എന്താണ് റിസൾട്ട് എന്ന് നമ്മൾ മെയ് 4-ാം തീയതി അറിയുകയുള്ളൂ. ഇപ്പോൾ വരുന്നത് പ്രൊജക്ഷൻസ് ആണ്. ആ പ്രൊജക്ഷൻസ് UDFന് എല്ലാ എക്സിറ്റ് പോളുകളും UDF കേരളം ഭരിക്കുമെന്ന് പറയുന്നു. ഒരു എക്സിറ്റ് പോളും ഹങ് അസംബ്ലി പോലും പറയുന്നില്ല. പക്ഷേ വലിയ ഭൂരിപക്ഷം ആരും പറയുന്നില്ല. പരമാവധി UDFന് 90 സീറ്റ് കൊടുത്തിട്ടുള്ളത് ആക്സിസ് മൈ ഇന്ത്യയാണ്. കഴിഞ്ഞ തവണ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രഡിക്ഷൻസ് കൂടി ഞാനൊന്ന് പറയാം. 120 സീറ്റുകൾ വരെ LDFന് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രഡിക്ഷൻ. എന്തായാലും LDFന് കിട്ടിയ 99 സീറ്റാണ്. അവരുടെ ലോവർ മാർജിൻ 102 മുതൽ 120 സീറ്റ് വരെ LDF എന്നാണ് 2021 ആക്സിസ് മൈ ഇന്ത്യ പ്രഡിക്ട് ചെയ്തത്. ഇത്തവണ 78 മുതൽ 90 വരെ എന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രഡിക്ട് ചെയ്യുമ്പോൾ അതിനപ്പുറം പോകാമോ? ഒരു വേവ് ഉണ്ടെങ്കിൽ അതിനപ്പുറവും പോകാം. വേവ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ അതാത് മണ്ഡലങ്ങളിലെ മത്സരം വളരെ നിർണായകമാകും. ശ്രീ ശ്യാം ഇലക്ഷനിൽ മത്സരിച്ച ആളാണല്ലോ. BJPയുടെ പ്രോസ്പെക്ട്സ് താങ്കൾ നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. കേരളത്തിൽ UDFന് അനുകൂലമായി ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു കടുത്ത തരംഗം ഉള്ളതായി തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ ഒരു UDF വേവ് എന്നാണ് UDF നേതാക്കളൊക്കെ അവകാശപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ഒന്ന് പറഞ്ഞു നോക്കൂ. അഭിലാഷ്, അങ്ങനെ ഒരു വേവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളൊക്കെ എത്രയോ ദിവസങ്ങൾ ചർച്ച ചെയ്തിറങ്ങി. ഞാൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ അതിൻ്റെ അവതാരകരായിട്ടും ഒക്കെ എത്രയോ തവണ നമ്മൾക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അത്തരത്തിലുള്ളൊരു വേവ് ഒന്നുമില്ല. അങ്ങനെ ഒരു വേവ് ഉണ്ടെങ്കിൽ നമുക്കത് ഒന്ന് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. രണ്ട്, ഈ പറയുന്ന എക്സിറ്റ് പോളുകളിലൊക്കെ അതിൻ്റെ ഒരു പ്രൊജക്ഷൻ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. നോക്കൂ, ഇവിടെ അത്തരത്തിലുള്ള ഒരു വലിയൊരു വേവ് അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ട് യാതൊരു കാര്യങ്ങൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം 10 വർഷം തുടർച്ചയായിട്ട് LDF നമ്മുടെ സംസ്ഥാനം ഭരിച്ചിട്ടും ആ ഭരണവിരുദ്ധ വികാരത്തെ അല്ലെങ്കിൽ ആ ഭരണത്തിന്റെ സമയത്തുണ്ടായിരുന്ന സമയത്തെ ഇവർ ചെയ്തിട്ടുള്ള കൊള്ളരുതായികൾ അല്ലെങ്കിൽ ജനവിരുദ്ധമായിട്ടുള്ള ഈ സർക്കാരിന്റെ നയങ്ങൾ അതിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമരം നടത്താൻ വേണ്ടിയിട്ട് UDFന് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. പലപ്പോഴും LDFന്റെ B ടീമായിട്ടാണ് UDF പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ കൂടി ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് ഇടതുപക്ഷം ഇല്ലാതാവാതിരിക്കുന്നതാണ്, ഇടതുപക്ഷം ഉണ്ടാവണമെന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. ആ ഒരു സെന്റിമെന്റ്സ്, ആ ഒരു പിന്നിൽ കൂടിയുള്ള ഒരു പിന്തുണ എല്ലാ കാലത്തും കഴിഞ്ഞ 10 വർഷത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ദുർബലമായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു VD സതീശന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ളതും. ഇവരെവിടെയാണ് സമരം ചെയ്തിട്ടുള്ളത്? ഇവരെവിടെയാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്? ഏത് വിഷയം ജനങ്ങളിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ സർക്കാരിനെ നയത്തിൽ നിന്ന് സർക്കാരിന് പിന്മാറേണ്ടി വന്നിട്ടുള്ളത്? അത്തരത്തിലൊരു പ്രതിപക്ഷത്തിന്റെ ഒരു റോൾ ചെയ്തിട്ടേ ഇല്ല എന്നേ. അങ്ങനെ ചെയ്യാതിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന 10 വർഷക്കാലത്തിൽ എങ്ങനെയൊരു വേവ് ഉണ്ടാവാനാ? വലിയൊരു സാധ്യതയുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ മൂന്നാമതുള്ള കക്ഷിയാണ്. ഞങ്ങൾ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കക്ഷിയാണ്. സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ചെയ്യേണ്ടിയിരുന്നു, അല്ലെങ്കിൽ തരംഗം വരേണ്ടിയിരുന്നു. ഇപ്പൊ നിങ്ങൾ ബംഗാളിൽ നോക്കൂ. ബംഗാളിൽ രണ്ടാമതിരുന്ന കക്ഷി എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും അതിന്റെ സർക്കാർ വിരുദ്ധ വികാരങ്ങളും സർക്കാരിനെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് BJP കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ മറുവശത്ത് കേരളത്തിൽ അതിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ കോൺഗ്രസിനെ കൊണ്ട് അല്ലെങ്കിൽ UDFനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിക്കാതിരുന്നത് കൊണ്ട് അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനവും നടത്താതിരുന്നുകൊണ്ട് ഒരുപക്ഷെ LDFന്റെ B ടീമായിട്ട് ഇന്ത്യ മുന്നണി കേരളത്തിലും പ്രവർത്തിച്ചതുകൊണ്ട് അതിന്റെ നഷ്ടമുണ്ടായിട്ടുള്ളത് കോൺഗ്രസിന് തന്നെയാണ്. ഇവരിത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെന്നേ. ഇവരുടെ വിചാരം വെറുതെ നാഴികയ്ക്ക് 40 വട്ടവും BJPക്കെതിരെ പറഞ്ഞാൽ വോട്ട് കിട്ടും. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. അല്ല, കഴിഞ്ഞ ഒറ്റ പോയിന്റ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒന്ന്, ബംഗാളിൽ ഏകാധിപത്യത്തിന്റെ 2 മുഖങ്ങൾ എന്ന് അധികം പറയണം. നോക്കൂ, ദേവ്ദീപ് ചാറ്റർജി ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തന 2-3 ദിവസം മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താ? ബംഗാളിൽ ഭീകരതയാണ് മമതാ ബാനർജി നടത്തുന്നതെന്നാ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഗുജറാത്തില് രാജസ്ഥാനിലൊക്കെ BJPയും കോൺഗ്രസും നേരിട്ട് രാഷ്ട്രീയപരമായിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളില്ലേ? അവിടെ ഇത്തരത്തിലുള്ള എത്ര ആക്രമണം ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ ഒരു വശത്ത് നിങ്ങളുടെ പ്രവർത്തകരെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകൾ ഇല്ലാതാക്കിയപ്പോൾ നിങ്ങൾ ക്രൂരമായിട്ട് അവരുടെ ആക്രമണത്തിന് ഇരയാകുമ്പോഴും നിങ്ങൾക്ക് അവരെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഈ രാജ്യത്തുടനീളം സംഘപരിവാരത്തിനെതിരെ BJPക്കെതിരെ പറഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് പറയുന്നത് കരുതിയിട്ട് ഇത്തരത്തിലുള്ള നുണപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് തന്നെ രാജസ്ഥാനിലെ ഒരു എക്സാമ്പിൾ കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ CPMന് ഒരു MP ഉണ്ട്. ആ ഒരു MP ഇവരുടെ സംസ്ഥാന സെക്രട്ടറിയും കൂടിയാണ് അവിടെ നിന്നുള്ളത്. ആ ഒരു MP ഉണ്ടായിട്ടും നോക്കൂ, കേരളത്തിന്റെ പോലെ ഒരു രാഷ്ട്രീയ സ്ഥിതി ആണെങ്കിൽ അവിടെ അവരെ ഏതെങ്കിലും എത്രയൊക്കെ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവണം. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയൊരു മണൽത്തരി എടുത്തിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസിനെ അറിയപ്പെട്ടിട്ടുണ്ടോ? കാരണം അവിടെ ഭരിക്കുന്നത് BJP ആണ്, അവിടെ മെജോറിറ്റി ഉള്ളത് BJP ആണ്. ഈ ആക്രമണ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഏകാധിപത്യത്തിന്റെ മൂവ് എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഒരു ചിന്തയല്ല. പക്ഷെ മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്, തൃണമൂൽ കോൺഗ്രസ് ചെയ്തത് ഇത്തരത്തിൽ എല്ലാ ആക്രമണങ്ങളാണ്. ഇതിനെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ യാഥാർത്ഥ്യം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇവർ അനുഭവിക്കുന്നത്. അതായത് ലക്ഷ്യമില്ലാതെ വെറുതെ എങ്ങോട്ടേക്കോ അമ്പ് ചെയ്തപ്പോ ലക്ഷ്യത്തിലേക്ക് അമ്പ് കൊണ്ടില്ല.
അതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പൊ ഇന്നത്തെ ഈ നില വന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമായിക്കോട്ടെ, അവർ പരാജയപ്പെട്ടുകൊള്ളട്ടെ. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇനിയെങ്കിലും കോൺഗ്രസ് പാർട്ടി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വിജയിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ, അവർ തോൽവിയുടെ ഇങ്ങനെ മധുരം നുണഞ്ഞുകൊണ്ടേയിരിക്കും. അതായിക്കോട്ടെ, ഞങ്ങൾക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ശരി.